ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുടെയും അനന്തകൃഷ്ണന്റെയും ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തലാണ്. പ്രമീള ദേവിയും അനന്തകൃഷ്ണനും ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗീതാകുമാരി കൈരളി ന്യൂസിനോട് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഗീതാകുമാരിയുടെ ഉറപ്പിൻ്റെ ബലത്തിൽ പ്രമീള ദേവിയുടെ ഉറപ്പിൻ്റെ ബലത്തിൽ 25 ലക്ഷം രൂപ അനന്തകൃഷ്ണന് നൽകിയെന്നും ഗീതാകുമാരി കൈരളി ന്യൂസിനോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ജോസിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജോസിൽ, ഇന്നിപ്പോൾ പ്രമീള ദേവിയും അനന്തകൃഷ്ണനും തമ്മിൽ ഒരു കമ്പനി രൂപീകരിച്ചതിൻ്റെയും ഒക്കെയുള്ള വിവരങ്ങൾ സനോജ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൈരളി ന്യൂസ് അത് പുറത്തു കൊണ്ടുവന്നിരുന്നു, അതിൻ്റെ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ യാതൊരു ബന്ധവുമില്ല, പൊതുപരിപാടിയിൽ കണ്ട ബന്ധം മാത്രമേ ഈ അനന്തകൃഷ്ണനുമായിട്ടുള്ളൂ എന്ന നിലയ്ക്കാണ് പ്രമീള ദേവി ഒരു നിലപാട് സ്വീകരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു വിശദീകരണം വരുന്നത്. അവിടെയാണ് ഗീതാകുമാരി മുൻപ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ബി.ജെ.പി. നേതാവ് തന്നെയാണ് ഗീതാകുമാരി പറഞ്ഞത് ഇരുവരും തമ്മിൽ കാലങ്ങളായിട്ടുള്ള അറിവുണ്ട്, പരസ്പരം അറിയാം, അല്ലെങ്കിൽ PA ആയിട്ട് അനന്തകൃഷ്ണൻ ദീർഘകാലം പ്രവർത്തിച്ചു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രമീള ദേവിയും അനന്തകൃഷ്ണനുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് നേരത്തെ ഗീതാകുമാരി പറഞ്ഞതല്ലേ? ശരത്, ഈ ഗീതാകുമാരിയും പ്രമീള ദേവിയും രണ്ടുപേരും മഹിളാ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറിയവരാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രമീള ദേവി ഈ വനിതാ കമ്മീഷന്റെ അംഗമാകുമ്പോൾ PA ആയിരുന്ന അനന്തകൃഷ്ണനെ തന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു. തന്റെ വിശ്വസ്തനാണ്, PA ആണ്, ധൈര്യമായി പണം കൊടുത്തു എന്ന് പറഞ്ഞ് പണം കൊടുപ്പിച്ചതാണ് എന്നുള്ളതാണ്. 25 ലക്ഷം രൂപ അത്തരത്തിൽ തന്നിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഗീതാകുമാരി വെളിപ്പെടുത്തിയിരുന്നത്. നമ്മളോട് തന്നെയാണ് ആദ്യം ഇത് വെളിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് ഇരയായി താൻ കേസ് കൊടുത്ത് ചെക്ക് കേസ് അടക്കം കോടതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യം പ്രമീള ദേവിയോടും മറ്റ് BJP നേതാക്കന്മാരോടും താൻ പറഞ്ഞതാണ് എന്നുള്ളതും ഗീതാകുമാരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തട്ടിപ്പുകാരനാണ് എന്ന് താൻ പലതവണ വാണിംഗ് കൊടുത്തിട്ടും ഈ പ്രമീള ദേവിയുമായി നിരന്തരം ബന്ധം അനന്തകൃഷ്ണൻ തുടർന്നിരുന്നു എന്നുള്ളത് ഗീതാകുമാരി വ്യക്തമാക്കുന്നുണ്ട്. പ്രമീള ദേവി പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായി അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നുവെന്നും എല്ലാ കാര്യങ്ങളിലും തന്റെ ഈ പ്രമീള ദേവിയുടെ സഹായിയായി എല്ലാ ഘട്ടത്തിലും ഈ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നുവെന്നും പ്രമീള ദേവിയിൽ നിന്നുണ്ടായ ബന്ധങ്ങളാണ് ആദ്യം കോൺഗ്രസുകാർക്കിടയിൽ ബന്ധമുണ്ടാക്കാനും പിന്നീട് BJP-ക്കാർക്കിടയിൽ ബന്ധമുണ്ടാക്കാനും സാധിച്ചത് ഈ പ്രമീള ദേവിയുമായിട്ടുള്ള ബന്ധം ആണ് സഹായിച്ചത് എന്നുള്ളത് ഗീതാകുമാരി അടിവരയിട്ട് പറയുന്നു. ജോസൽ, വളരെ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ്. അത് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇപ്പോൾ അത് കൂടുതൽ പ്രസക്തമാവുകയാണ്. ജോസൽ സൂചിപ്പിച്ചതല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രധാന പ്രതി, തട്ടിപ്പിൻ്റെ സൂത്രധാരനും പ്രധാന പ്രതിയുമായിട്ടുള്ള അനന്തകൃഷ്ണനും BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള പ്രമീള ദേവിയും തമ്മിലുള്ള ഈ പറഞ്ഞ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവർ രൂപീകരിച്ച കമ്പനിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നു. ഒരു പൊതുപരിപാടിയിൽ കണ്ട പരിചയമേ ഉള്ളൂ എന്നൊരു നിലപാട് പ്രമീള ദേവി ഈ പ്രതിയുടെ കാര്യത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഗീതാകുമാരി എന്ന BJP-യുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ തന്നെ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി. പ്രമീള ദേവിക്കും അനന്തകൃഷ്ണനും തമ്മിൽ കാലങ്ങളായിട്ടുള്ള പരിചയമുണ്ട്, അടുപ്പമുണ്ട്. മാത്രമല്ല പ്രമീള ദേവിയുടെ PA ആയി തന്നെ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അപ്പോഴാണ് ഒരു പൊതുപരിപാടിയിൽ കണ്ട പരിചയം മാത്രമേ ഇയാളുമായി തനിക്കുള്ളൂ എന്ന നില ഒരു പ്രധാനപ്പെട്ട നേതാവ്, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. അത് വലിയ കളവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തലിൽ ഉള്ളത്. ജോസിൽ സൂചിപ്പിച്ചതുപോലെ അവർ പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രമീള ദേവി വനിതാ കമ്മീഷൻ്റെ അംഗമായിട്ട് വരികയും അപ്പോൾ അവർക്ക് ഒരു ഫാക്കൽറ്റി മെമ്പറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അറിയിക്കുകയും ചെയ്തു. സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായി എന്ന നിലയിൽ അനന്തകൃഷ്ണനെ എനിക്ക് ടീച്ചർ വിട്ടുതിരികയുണ്ടായത്. പ്രമീളാദേവിയുടെ PA ആയിരുന്നു നിലവിൽ അനന്തകൃഷ്ണൻ. അങ്ങനെ അനന്തു നിത്യം എൻ്റെ വീട്ടിൽ വരികയും നിരവധി പ്രോഗ്രാമുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി തീരുകയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അനന്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും പ്രമീളാദേവിയോട് ഇതിൻ്റെ ഒന്നും പൈസ ചോദിക്കരുത്, അത് അഭിമാനത്തിന് ദോഷമാണ്. ഒരു ടീച്ചറായ നിങ്ങൾ മറ്റൊരു ടീച്ചറിനോട് പൈസ ചോദിക്കരുത്, അത് കിട്ടുമ്പോൾ ഞാൻ കൊണ്ടു തന്നോളാം. അപ്പോൾ പ്രമീളയും പറഞ്ഞു, ഞാനിങ്ങനെ പൈസയൊക്കെ കൊടുത്തയക്കാറുണ്ട്, ഒരു കുഴപ്പം വന്നിട്ടില്ല, വിശ്വസ്തനാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ എന്നോട് വന്നിട്ട് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ എന്നെ പറ്റി അന്വേഷിച്ചുവല്ലേ, അമ്മ നല്ല അഭിപ്രായമല്ലേ പറഞ്ഞേ, ഇനി എനിക്ക് തരുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ച് പലപ്പോഴായിട്ട് പൈസ വാങ്ങിക്കൊണ്ടുപോയി.
റൈറ്റ്, ഈ നിലയിലാണ് അവരുടെ വെളിപ്പെടുത്തൽ പോകുന്നത്. ഈ തട്ടിപ്പ് അങ്ങനെ 25 ലക്ഷം രൂപ അനന്തകൃഷ്ണൻ അവരിൽ നിന്ന് തന്നെ തട്ടിയെടുത്തു, ആ പണം തിരികെ നൽകിയിട്ടില്ല. ആ വിവരം പ്രമീള ദേവിയോട് തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നുകൂടിയാണ് അവർ പറയുന്നത്. കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇതിൽ BJPക്ക് നേതാക്കൾക്കും പങ്കില്ല എന്ന വാദം ഉന്നയിക്കുമ്പോഴാണ് നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന് അവർ പറയുന്നത്. പ്രമീള ദേവിക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. വലിയ അടുപ്പം ഈ പ്രധാനപ്പെട്ട പ്രതിയും പ്രമീള ദേവിയും തമ്മിൽ ഉണ്ട് എന്ന ശക്തമായ വെളിപ്പെടുത്തലും വിവരങ്ങളുമൊക്കെയാണ് ഗീതാകുമാരി പങ്കുവച്ചിട്ടുള്ളത്. അക്കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.